ഇതൊന്നും അറിഞ്ഞില്ലേ? പത്തനംതിട്ടയിൽ വൈകിയാണെങ്കിലും സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കിയതോടെ അവിശ്വസനീയമായ പിന്തുണ നൽകി പത്തനംതിട്ടയിലെ ജനാവലി. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് പിന്നാലെ ഇന്ന് 12 മണിയോടെ കേരള എക്സ്പ്രസിൽ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ കെ സുരേന്ദ്രനെ സ്വീകരിക്കാൻ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമുകൾ നിറഞ്ഞു കവിഞ്ഞു. ചെണ്ടമേളങ്ങളും പൂമാലകളും ഷോളുകളുമൊക്കെയായി സ്ത്രീകൾ അടക്കമുള്ള അയ്യപ്പ വിശ്വാസികളും നാട്ടുകാരും ചേർന്ന് ഉജ്ജ്വല സ്വീകരണമാണ് സുരേന്ദ്രന് നൽകിയത്. 25 വർഷத்துக்கு முன்னாலே எப்படி போனாரோ கபாலி அப்படியே திரும்பி வந்துட்டான் சொல்லு. എന്താ പറയാനാ, ഞങ്ങളുടെ ചങ്കാണ് സുരേന്ദ്രൻ ചേട്ടൻ. ഞങ്ങൾ ഏത് വിധേയം അദ്ദേഹത്തെ ജയിപ്പിക്കാൻ ശ്രമിക്കും. ഞങ്ങളുടെ ചങ്കാണ്. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. ശബരിമല പ്രശ്നം തന്നെ അവര് സുരേന്ദ്രൻ കയറാൻ ചെന്നപ്പോ തന്നെ സുരേന്ദ്രൻ ചേട്ടനെ പോലീസ് കേസിൽ പെടുത്തി. അങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് അനീതി കാണിച്ചിട്ടുണ്ട്. ശബരിമലയിലെ പ്രശ്നത്തിന് വേണ്ടി ഒരുപാട് ഞങ്ങൾക്ക് വേണ്ടി ജയിലിൽ കിടക്കുകയും ഇത്രയും ദിവസം ഞങ്ങൾ ഓരോരോ ജയിലുകളിൽ വേണ്ടി നിൽക്കുകയും എടുക്കുകയും ചെയ്തത് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ചങ്ക സുരേന്ദ്രൻ ഏറ്റവും കൂടുതൽ ത്യാഗം അനുഭവിച്ച, ഞങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ത്യാഗം അനുഭവിച്ച ഒരു വ്യക്തിയാണ്. ഈ വ്യക്തി ഇവിടെ വന്ന് ഞങ്ങൾക്ക് വേണ്ടി ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്നും ആണോ അദ്ദേഹത്തിന് ഞങ്ങൾ പലയിടത്തും പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട്, അദ്ദേഹത്തെ ഇറക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പല ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ ശബരിമല വിഷയമാണ് ഊന്നിക്കാണുന്നത്. ഭാരതീയ ജനതാ പാർട്ടി ജയിച്ചേ പറ്റത്തുള്ളൂ. അതിന്റെ കാരണം തീർച്ചയായിട്ടും നമ്മുടെ എന്താ പറയുന്നത്, എന്തെങ്കിലും ഒന്ന് പറയടോ. ഭാരത മാതാക്കി ജയ്. അതും ഇതുമായിട്ട് എന്താ ബന്ധം? താനല്ലേ പറഞ്ഞ എന്തെങ്കിലും ഒന്ന് പറയാൻ. നമ്മുടെ ഹിന്ദുക്കളുടെ വിശ്വാസത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ്. ഇദ്ദേഹത്തെ പത്തനംതിട്ടയിൽ വിജയിപ്പിക്കണമെന്ന് എല്ലാവരോടും അപേക്ഷിക്കുകയാണ്. ധീരനായ നേതാവാണ് സുരേന്ദ്രൻ. ശബരിമല പ്രശ്നത്തിൽ പോലും തന്റെ ഇടത്തോടെ അണിയളം നയിച്ച ധീരനായ നേതാവാണ് സുരേന്ദ്രൻ. കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം തന്നെ ഇരുമുടിക്കെട്ട് തോളുന്ന തറയിലേക്ക് ഇട്ടുവെന്നാണ്. ആരെങ്കിലും ഇരുമുടിക്കെട്ടിനെ ചവിട്ടു. സംഭവത്തിന്റെ വിവിധ ദൃശ്യങ്ങൾ ഇതിനകം പുറത്തു വന്നു കഴിഞ്ഞു.